السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെല്ലാം അവൻ ഇഷ്ടപ്പെട്ടവന്റെ നല്ല അടിമകളിൽ ചേർക്കുമാറാവട്ടെ. സൃഷ്ടികളായ നാം സൃഷ്ടാവായ റബ്ബിനോട് ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പരിപൂർണമായി മാപ്പാക്കി തരട്ടെ. അള്ളാഹുവിനെ നമുക്ക് തരുന്ന ഈ ദുനിയാവിലെ ആയുസ്, ഏറ്റവും അമൂല്യമായ നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചു തീർക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അവസാനം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാമിനെ പരിപൂർണ ഈമാനോടെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മിലും ലോകത്തുള്ള മുഴുവൻ മാനവരിലും അള്ളാഹു സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്ക കീഴടക്കി. പരിശുദ്ധമായ മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയിച്ച് ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ബിലാലെ, കഅബയുടെ മുകളിലേക്ക് കയറി പരിശുദ്ധമായ ദീനിന്റെ തൗഹീദിന്റെ മന്ത്രധ്വനിയാകുന്ന ബാങ്ക് മുഴക്കുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ബിലാൽ റളിയല്ലാഹു തആല അൻഹു കഅബയിൽ വെച്ച് അവിടുത്തെ മനോഹരമായ മധുരമായ രാഗത്തിൽ ആ തൗഹീദിന്റെ ശബ്ദം മുഴക്കി. മക്കയാകെ കുളിർമഴ പെയ്യുന്ന ആ രംഗത്ത് കഅബയുടെ പരിസരത്ത് 3 ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. 3 പേരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ആ 3 പേരെയും ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ തൗഹീദിന്റെ ശബ്ദം വല്ലാതെ അസ്വസ്ഥരാക്കി. അങ്ങനെ വല്ലാതെ വിഷമത്തിലിരിക്കുന്ന ആ 3 ആളുകൾ, ഒന്ന് അബൂ സുഫിയാനാണ്, മറ്റൊന്ന് അത്താബ് ബിൻ അസീദ് എന്നവരാണ്, മറ്റൊന്ന് ഹാരിസ് ബിൻ ഹിഷാം. ഈ 3 പേരും ഇങ്ങനെ പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ, കാരണം മക്ക കൈവിട്ടു പോയല്ലോ, അത്താബ് ബിൻ അസീദ് പറഞ്ഞു, ലഖദ് അക്രമല്ലാഹു അബി അസീദ, എന്റെ ഉപ്പ അസീദിനെ അള്ളാഹു ബഹുമാനിച്ചു. കാരണം എന്താ? ലം യസ്മഉഹു ഹാദാ, അദ്ദേഹത്തിന് ഈ ശബ്ദം കേൾക്കാതെ മരിക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞാൽ, എന്റെ ഉപ്പ പരിശുദ്ധ ഇസ്ലാമിന്റെ വലിയ ശത്രുവായിരുന്നു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശബ്ദത്തെക്കാൾ വെറുപ്പുള്ളതൊന്നും എന്റെ ഉപ്പാക്ക് വേറെ ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം മരിച്ചതിന് ശേഷമാണല്ലോ ഈ ശബ്ദം ഇവിടെ കേട്ടത്. അദ്ദേഹത്തിന് അള്ളാഹു ബഹുമാനിച്ചത് കൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചതെന്ന്. അപ്പോൾ അത്താബ് ബിൻ അസീദിന്റെ ഇസ്ലാമിനുള്ള വിരോധം എത്രയാണ്. രണ്ടാമത് ഹാരിസ് ബിൻ ഹിഷാം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ലൗ അലിംതു അന്നഹു മുഹിഖുൻ, അത്താബേ, അബൂ സുഫിയാൻ, നിങ്ങൾ 2 പേരും അറിയാൻ ഞാൻ ഒരു യാഥാർത്ഥ്യം പറയട്ടെ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, എനിക്ക് അനുഭവപ്പെട്ടാൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കും. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവാചകത്വത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ മക്ക അദ്ദേഹത്തിന് കീഴടക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന വാക്ക് സത്യമാണെന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ തടസ്സങ്ങളൊന്നുമില്ല, ഞാൻ വിശ്വസിക്കുമെന്ന്. അബൂ സുഫിയാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, ലാ അഖൂലു ശൈഅ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ഞാൻ മുഹമ്മദിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ വല്ലതും പറഞ്ഞാൽ അഖ്ബറതുഹു ഹാദിൽ ഹസാ
നമ്മുടെ ശബ്ദം കേൾക്കുന്ന ഈ ചരൽക്കല്ലുകൾ പോലും മുഹമ്മദിന് ആ വിവരം കൈമാറും, ആ മെസ്സേജ് അദ്ദേഹത്തിന് കൊടുക്കും. അപ്പോൾ അബൂ സുഫിയാൻ അറിയാം ഇതാരാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ റസൂലാണ്, അദ്ദേഹത്തിന് വിവരം കിട്ടും എന്നുള്ളത്. മൂന്ന് പേരിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അല്പം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് തങ്ങൾ ഇവരോട് പറഞ്ഞ വാക്ക്, ലഖദ് അലിംതു മാ ഖുൽതും, കൂട്ടരെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ, നിങ്ങൾ മൂന്ന് പേരും ചർച്ച ചെയ്ത വിഷയം ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഉടനെ അത്താബ് ഇബ്നു അസീദും ഹാരിസ് ഇബ്നു ഹിശാമും ചാടി എഴുന്നേറ്റ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ പുൽകിക്കൊണ്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ നാലാമതൊരാൾ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ നിങ്ങൾക്ക് വന്ന് സന്ദേശം കൈമാറി എന്ന് പറയാമായിരുന്നു. പക്ഷേ നിങ്ങളൊരു പ്രവാചകനായതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും രഹസ്യമായി പറഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് തന്നെയാണ്. രണ്ടുപേരും രോമാഞ്ചപുളകിതരായിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് വിശ്വസിച്ചു. അത് കഴിഞ്ഞു. പരിശുദ്ധമായ മക്കയുടെ വിജയത്തിന്റെ ഫത്ഹ് മക്കയുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് യാത്ര തിരിക്കുന്ന സന്ദർഭത്തിൽ അതാബ് ഇബ്നു അസീദിനെ വിളിച്ചു വരുത്തി. ഇന്ന് അദ്ദേഹത്തിന് വെറും 20 വയസ്സാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജെൻസിയാണ്. മൊബൈലൊക്കെ നോക്കി ഏതെങ്കിലൊക്കെ പൊട്ടിയ കല്ലിന്റെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ട് കൂട്ടുകാരത്ത് ഇങ്ങനെ ഫ്രീക്കന്മാരായിട്ട് ബൈക്കിലൊക്കെ പറക്കുന്ന, ജീവിതത്തിന്റെ ഒരു സീരിയസ്നെസ്സും അറിയാത്ത, ഇങ്ങനെ കളിയും തമാശയുമായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാബ് ഇബ്നു അസീദിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അതാബേ, ഞാൻ മക്കയോട് തൽക്കാലം വിട പറയുകയാണ്, എനിക്ക് മദീനയിലേക്ക് പോകണം. എന്നാൽ ഈ മക്കയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുവാൻ ഗവർണറായി ഞാൻ ഏൽപ്പിക്കുന്നത് നിങ്ങളെയാണ്. വെറും 20 വയസ്സുള്ള അതാബിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളാണ്, നീയാണ് ഇനി മുതൽ മക്കയുടെ ഉത്തരവാദിത്തപ്പെട്ടയാള്, മക്കയുടെ ഗവർണർ, അമീർ നിങ്ങളാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി നോക്കി നടത്തണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഈ സംഭവം പറയാൻ പ്രിയപ്പെട്ടവരെ, കാരണം നമ്മളുടെ ഇടയിലുള്ള ഈ യുവാക്കൾ 20 വയസ്സ് 25 വയസ്സ് ഒക്കെ പ്രായമായ നമ്മുടെ ചെറുപ്പക്കാരായ മക്കൾ, അവർക്ക് ദീനുമായി ഇന്നത്തെ ബന്ധം എന്താ? അവർ പള്ളികളിലില്ല, പള്ളി മുറ്റങ്ങളിലില്ല, കളിസ്ഥലങ്ങളിലാണ്. നമ്മളുടെ ഈ ചെറുപ്പക്കാരായ മക്കൾ വായനശാലകളിലില്ല, പഠന മേഖലകളിലില്ല, അവരൊക്കെ ഈ മൊബൈൽ സ്ക്രീനുകളിലാണ്. വീടുകളിൽ കുടുംബങ്ങളുടെ ചർച്ചകളിൽ, കുടുംബങ്ങളുടെ ഇടപെടലുകളിൽ അവർക്ക് റൂമിന്റെ ഉള്ളിലാണ്. ഇതൊക്കെ അവരുടെ കുറവുകളല്ല. വർത്തമാന കാലത്ത് അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ ആകുന്നവരാ. അവരെയൊക്കെ അതിൽ നിന്ന് ഇറക്കി വരേണ്ടത്, ഇറക്കിക്കൊണ്ട് വന്ന് അവരെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, പരിശുദ്ധമായ ദീനിന്റെ വാതിലുകൾ അവരുടെ മുമ്പിൽ തുറന്നു കൊടുത്ത് പരിശുദ്ധമായ ദീനിനെ അവരെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ പറഞ്ഞു കൊടുക്കേണ്ടത് മുതിർന്നവരായ ഞാനും നിങ്ങളുമാണ്. ഇന്ന് നമ്മളൊക്കെ സാധാരണ പറയുന്ന പോലെ മുതിർന്നവരും ചെറുപ്പക്കാരും തമ്മിലുള്ള അകലം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളും ഇന്ന് നമ്മളുടെ മക്കൾ വളരുന്ന ജീവിത സാഹചര്യങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത ടെക്നോളജികൾ ഒരുപാട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ജെൻസി എന്ന് പറഞ്ഞാൽ തന്നെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ജനിച്ച വളർന്ന മക്കൾ എന്ന ആൽഫ ജനറേഷൻ എന്ന ഏറ്റവും പുതിയ തലമുറയെ കുറിച്ച് പറയുക. അഥവാ അവർ ജനിച്ചത് തന്നെ മൊബൈലുകളുടെ ലോകത്താണ്, സോഷ്യൽ മീഡിയ ലോകത്താണ്, പുതിയ ടെക്നോളജിയുടെ ലോകത്താണ്. അതില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അവർക്ക് പഠിക്കണമെങ്കിൽ അത് ആവശ്യമാണ്, അവർക്ക് വളരണമെങ്കിൽ അത് ആവശ്യമാണ്. അവരുടെ ജീവിതത്തിൽ ഏത് മേഖലകളിലേക്ക് തിരിയണമെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ പുതിയ ടെക്നോളജികളൊക്കെ അവർക്ക് ആവശ്യമാണ്. ഇതെല്ലാം അവർ ഉപയോഗിക്കേണ്ടതാണ്. ഇതൊക്കെ ഉപയോഗിക്കാതെ അവർ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അവർ ഒന്നിനും കൊള്ളാത്ത മനുഷ്യരായി മാറിപ്പോകും. പക്ഷെ പലപ്പോഴും പ്രായമുള്ളവർ, മുതിർന്നവർ, അവർ അവരുടെ ചിന്താഗതിയിലും അവരുടെ മാനസികാവസ്ഥയിലും ചിന്തിക്കുമ്പോൾ, അവരുടെ മാനസികാവസ്ഥയിലും ചിന്താഗതിയിലും മനോഭാവങ്ങളിലും കുട്ടികളുമായി സഹകരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മക്കൾ രക്ഷകർത്താക്കളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത്.
നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവരെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് അവരെ വൃദ്ധന്മാരാക്കേണ്ടതല്ല നമ്മൾ ചെയ്യേണ്ടത്. എത്ര ഉപ്പമാർക്കും പരാതിയാണ്, മക്കളോടൊന്ന് സംസാരിക്കാൻ മക്കളെ കിട്ടുന്നില്ല, അവരോട് ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ കാലങ്ങളെ കുറിച്ച് സെന്റിമെന്റ്സ് ഒന്ന് പറയാൻ മക്കളെ നിമിഷങ്ങളുടെ മുന്നിൽ കിട്ടുന്നില്ല, വാപ്പയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയാൻ മക്കളെ കിട്ടുന്നില്ല. അവർ വേറൊരു ലോകത്ത് ജീവിക്കുകയാ. ആ ലോകത്തേക്ക് തള്ളിക്കളഞ്ഞിട്ട് അവരൊക്കെയും സമൂഹത്തിന് വേണ്ടാത്തവരാണ്, കുടുംബത്തിന് ഉപയോഗമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ല വേണ്ടത്. മുതിർന്നവരായ നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. 20 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ മക്കയുടെ ഗവർണറായിട്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്വം കൊടുത്തെങ്കിൽ നബി തങ്ങൾ ഈ ചെറുപ്പത്തെ, യുവത്വത്തെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. മക്കയിൽ അന്ന് വേറെ ആരും ഇല്ലാതിരുന്നത് കൊണ്ടാണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദുമായി കൊണ്ടുവന്ന ഒന്നാമത്തെ ദിവസം തന്നെ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് നബി തങ്ങളുടെ നിഴലായി നടന്ന എത്രയോ സഹാബാക്കൾ അവരുടെ ഉണ്ട്, മക്കക്കാർ തന്നെയുണ്ട്. പക്ഷേ അവരെ ഇന്നും എടുക്കാതെ മക്ക വിജയത്തിന്റെ അന്ന് മാത്രം മുസ്ലിമായ അതാബിനെ അസീദിനെ, 20 വയസ്സുള്ള ജൻസിയായ അതാബിനെ എന്തുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗവർണറാക്കിയത്? അതാബിലുള്ള സാധ്യതകൾ നബി തങ്ങൾ കണ്ടു. കാരണം മക്കയിൽ ഒരുപാട് ചെറുപ്പക്കാരെന്നുണ്ട്. അവരെ ദീനിലേക്ക് അടുപ്പിക്കണമെങ്കിൽ, അവർക്ക് പരിശുദ്ധമായ തൗഹീദിന്റെ പ്രകാശം ഹൃദയങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതാബ് ബിൻ അസീദിന്റെ സേവനം ആവശ്യമാണ്. അദ്ദേഹത്തിലൂടെ മാത്രമേ ആ യുവാക്കളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. വയസ്സായവർ ചെന്നാൽ ആ വാക്കുകൾ അവർ കേൾക്കില്ല. ഇവർ പഴയ ആളുകളാണ്, ഇവർ ഓൾഡ് ആണെന്ന് പറഞ്ഞിട്ട്, ഇവർക്ക് ജീവിതത്തെ കുറിച്ച് അറിയില്ല, ലോകമെന്തെന്നറിയില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ തള്ളിക്കളയും. പക്ഷേ മക്കയുടെ ചെറുപ്പത്തെ ദീനിലേക്ക് അടുപ്പിക്കണമെങ്കിൽ അതാബ് ബിൻ അസീദിനെ പോലെയുള്ള ഒരു യുവാവ് തന്നെ വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അതാബ് ബിൻ അസീദിനെ ഗവർണറാക്കിയപ്പോൾ മക്കയിലെ മുതിർന്ന പ്രമുഖരൊക്കെ വന്നിട്ട് നബി തങ്ങളോട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു അറാബിയായ പരിപരുത്ത ഒരു മനുഷ്യനെയാണോ നിങ്ങൾക്ക് മക്കയുടെ ഗവർണറായി കിട്ടിയത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. തങ്ങൾ പറഞ്ഞത്, ലഖദ് റഅയ്തു ഫീമാ യറന്നായിമു, ഞാൻ വെറുതെയല്ല അതാബിനെ മക്കയുടെ ഗവർണറായി തീരുമാനിച്ചത്. ഞാൻ എങ്ങനെ വെറുതെ ഒരാളെ എങ്ങനെ എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വഹാബ? ഞാൻ സ്വപ്നത്തിൽ കണ്ടൊരു കാര്യമാണ് അതാബിനെ ഗവർണറായി തീരുമാനിക്കാൻ കാരണം. എന്തുകൊണ്ട്? ലഖദ് റഅയ്തുഹു യുഹരികു ബാബൽ ജന്ന, ശക്തമായ സ്വർഗത്തിന്റെ വാതിലിന്റെ പിടി ഈ അതാബ് ചെന്നിട്ട് കുലുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആ സ്വർഗത്തിന്റെ ശക്തമായ വാതിലിന്റെ പിടിയെ കുലുക്കിയിട്ട് അതിന്റെ വാതിലുകൾ തുറന്ന് ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്നതും അതാബ് ബിൻ അസീദിനോടൊപ്പം ഒരുപാട് ചെറുപ്പക്കാർ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതും ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടു സഹാബ. അതിന്റെ ഫലമായിട്ടാണ് ഞാൻ അതാബിനെ മക്കയുടെ ഗവർണറാക്കിയത് എന്ന്. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തങ്ങളുടെ സമീപനങ്ങൾ, ഇടപെടലുകൾ ഈ യുവത്വത്തെ ചേർത്ത് പിടിച്ചത് ഇതുപോലെ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അവരെ ജീവിതത്തിന്റെ നന്മയുടെ തൗഹീദിന്റെ വഴിയിലേക്ക് ആനയിച്ചൊരു ഉദാഹരണം. എന്തുകൊണ്ടാണ്? അവരൊക്കെയും ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരാണ്. ജീവിതത്തിന്റെ നട്ടുച്ച സമയമാണ് യുവത്വം. അതിനേക്കാൾ പ്രസരിപ്പുള്ള, അതിനേക്കാൾ തുടിതുടിക്കുന്ന ഒരു പ്രായം മനുഷ്യന്റെ ജീവിതത്തിൽ വേറെയില്ല. പക്ഷെ അവരെ ദീനിന് ഉപകാരപ്പെടുന്ന തരത്തിലാക്കി എടുക്കുക. നമ്മുടെ പള്ളികളിലാകട്ടെ, നമ്മുടെ പൊതുരംഗങ്ങളിലാകട്ടെ, ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളിലാകട്ടെ, ചെറുപ്പക്കാരെല്ലാം അകന്നു പോയിട്ട് ഒരുപക്ഷെ പറഞ്ഞാൽ നിരീശ്വരവാദിത്വത്തിലേക്കും യുക്തിവാദിത്വത്തിലേക്കും പുതിയ തലമുറ കടന്നു പോകുന്ന വല്ലാത്തൊരു ഭയാനകമായ കാഴ്ചയാണ് കാണുന്നത്. കാരണം അവർ മൊബൈൽ തുറന്നാൽ, അവർ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന യുവത്വത്തെ ഇവർ കാണുന്നുണ്ട്. അല്ലാഹുവിനെ ഖാലിഖായ സത്താവായ റബ്ബിനെ നിഷേധിക്കുന്ന വിഭാഗത്തെ കാണുന്നുണ്ട്. നമ്മളാണെങ്കിലോ അവരെ കൊണ്ട് ദീനിന് എന്ത് ഉപകാരം എന്ന് വിചാരിച്ചിട്ട് അവരുടെ തിന്മകൾ പറഞ്ഞിട്ട് നമ്മൾ അവരെ തള്ളിക്കളയുന്നു. അവരെ മുൻപിൽ സ്വർഗത്തിന്റെ വാതിലുകൾ അടയ്ക്കുകയാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവർ, എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. പുതിയ തലമുറയെ നമ്മൾ ദീനിനോട് അടുപ്പിക്കാൻ ഏതെല്ലാം നിലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ ഞാനും നിങ്ങളും ജാഗരൂകരായി നിന്ന് അവരെ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണം. അവർ വിചാരിച്ചാൽ എന്തും നടക്കും, അവർ ഒരുമിച്ച് കൂടിയാൽ എന്ത് നടക്കും. അതിന് വലിയൊരു ഉദാഹരണമാണ് ജന്തർ മന്ദിറിൽ നടന്ന സംഭവം. അവരുടെ സമര പോരാട്ടങ്ങൾ വിജയിച്ചത് ഇതിവിടെയല്ല. ഒരിക്കൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ, പശ്ചിമേഷ്യയിൽ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന വലിയൊരു ഇതുപോലൊരു
പ്രതിഷേധം, വലിയൊരു സമര പോരാട്ടം നടന്നു. അറേബ്യൻ രാജാക്കന്മാര് മുഴുവനും ഞെട്ടിപ്പോയ, വിറച്ചുപോയ, ആശങ്കപ്പെട്ടുപോയ ഒരു രംഗമുണ്ടായിരുന്നു. അവരൊക്കെയും ഒരുമിച്ചൂടിയത് യുവാക്കളാണ്. നമ്മളുടെ മഹല്ലിന്റെ അവസ്ഥയും, നമ്മൾ പ്രായമുള്ളവരാണ്, പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, കമ്മിറ്റിയിലാകട്ടെ, വളരെ പ്രായമുള്ളവർ ഞങ്ങൾക്കും ആവശ്യമാണ്. പക്ഷേ ചെറുപ്പക്കാർക്കും അതിനുള്ള അവസരം കൊടുത്ത് അവരിങ്ങനെ വെറുതെ കറങ്ങി നടക്കുന്നവരാണെന്ന് പറഞ്ഞ് അവർക്ക് ജീവിതത്തിന്റെ ഗൗരവമോ മഹല്ലിന്റെ കാര്യങ്ങളോ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയല്ല, അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചെറുപ്പത്തിന്റെ സേവനങ്ങളും മഹല്ലിന്റെ കാര്യങ്ങളിലും നമ്മൾ പ്രയോജനപ്പെടുത്തണം. അല്ലാഹു തആല നമ്മുടെ യുവാക്കളെ നന്മയുടെ വഴിയിൽ നയിക്കുമാറാകട്ടെ. ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളെ തൊട്ട് പടച്ചവൻ നമ്മയും അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.